നാളെ വീണ്ടും ഒരു വിഷു. അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന സമയത്ത് വിഷുവിനെക്കുറിച്ചൊന്ന് ഓർത്തുപോയിരുന്നു. വിഷുവിനൊരു 2-3 ദിവസം മുമ്പ് മുതൽ അമ്മ അച്ഛനോട് പറയാൻ തുടങ്ങും, വേണ്ടേ ബാങ്കിലൊന്ന് പോയിച്ച് വന്നാട്ടെ. അപ്പം അച്ഛൻ ചോദിക്കും, എന്തിനാ? അതുണ്ട്, ഒന്ന് പോയിട്ട് വന്നാട്ടെ. കാര്യം പറ നീ. അത് പൈസ എടുക്കാൻ, അല്ലാതെ എന്തിനാ ബാങ്കിൽ പോകുന്നത്? എത്ര രൂപ വേണം? അത് ഞാൻ പറയാം. ചെക്ക് ബുക്കൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടെ, ഞാൻ പറയാം. അങ്ങനെ അച്ഛനെ ഉന്തിത്തള്ളി വിട്ട് ചെക്ക് ബുക്കും എടുത്തുകൊണ്ട് അച്ഛൻ വരുമ്പോൾ അമ്മ അടുത്തിരുന്ന് ഞങ്ങളാരും കേൾക്കാതൊരു തുക അച്ഛനോട് പറയും. അച്ഛനാ തുക ചെക്കുവിൽ എഴുതും. എന്നിട്ട് നടന്ന് ബാങ്കിൽ പോവും. കുറച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ എടുത്ത് നേരെ അമ്മയെ ഏൽപ്പിക്കും. പിന്നത്തെ സീൻ വിഷുവിൻ്റെ അന്ന് രാവിലെ കണി കണ്ട് എല്ലാവരും തൊഴുത് നിൽക്കുമ്പോൾ അമ്മ പതുക്കെ നടന്ന് കയ്യിലിങ്ങനെ കൈക്കുള്ളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കുറച്ച് പൈസയായിട്ട് വരും. ആ വീട്ടിലന്ന് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിരത്തി നിർത്തി ഭഗവാന്റെ മുന്നിൽ വെച്ച് ഒരു 10 രൂപ തൊട്ട് ഉൾപ്പെടെ കുറച്ച് പൈസ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ആ സമയത്ത് ആ സന്തോഷത്തിൽ അമ്മയുടെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. ആ ഓർമ്മയാണ് ഇന്ന് വന്നത്.